ജ്യോതിഷത്തിൻ്റെ വാതായനങ്ങൾ തുറക്കുന്ന വനദുർഗ ജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും അർത്ഥമായ ഇന്ന് ജപതിരിനെ കുറിച്ച്. എന്താണ് ജപത്തിരി? നമ്മൾ ജപത്തിനിരിക്കുമ്പോൾ തടസ്സങ്ങൾ വരുമ്പോൾ, എനർജികളെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റാത്ത സാഹചര്യം വരുമ്പോൾ എന്തു ചെയ്യണം എന്നതിനുള്ള ഒരു ചോദ്യം പലരും ചോദിച്ചിരുന്നു. അതിനുള്ള ഒരു ഉത്തരമാണ് ഈ വീഡിയോ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ജപത്തിരി. ഒന്ന്, ജപിക്കാനിരിക്കുമ്പോൾ ഏകാഗ്രത കിട്ടുന്നില്ല. കണ്ണടച്ചിരിക്കാൻ പറ്റും. മന്ത്രം ചൊല്ലുമ്പോൾ വേറെ പല ചിന്തകളും വരുന്നു. ഇതൊക്കെയാണ് പലർക്കുമുള്ള പ്രശ്നങ്ങൾ. ഏകാഗ്രത, ഒരു ഇരിക്കുമ്പോഴുള്ള പല പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ആണ് ജപിക്കാതിരിക്കുമ്പോൾ പലർക്കും. ഇതിൽ മിക്ക ആൾക്കാരുടെയും പ്രശ്നം, അവർ 4 ചുമരുകൾക്കുള്ളിൽ ഒളിച്ചിരുന്ന്, റൂമിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നാണ് ജപിക്കുന്നത്, ജപിക്കാനായിട്ടിരിക്കുന്നത്. കാരണം മറ്റുള്ളവർ കാണാൻ പാടില്ല എന്നർത്ഥത്തിൽ. അത് വളരെയധികം തെറ്റാണ്. പ്രകൃതിയിലിരുന്ന് വേണം ജപിക്കാനായിട്ട്. മണ്ണിലിരുന്ന് വേണം ജപിക്കാനായിട്ട്. അല്ല വീടിനുള്ളിലേക്ക്, അല്ലാണ്ട് വെറും തറയിലിരുന്ന് വേണം ജപിക്കാനായിട്ട്. അപ്പോൾ ഏതെങ്കിലും മൂർത്തികളുടെ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ ആ മൂർത്തി അല്ല, ആ എനർജികളാണ് വരുന്നത്. ആ എനർജികൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കണം. അതിന് നല്ല ഏകാഗ്രതയിലേക്ക് നമ്മൾ ഇരിക്കണം. എന്തു ചെയ്യും? അതിനാണ് നമ്മൾ നിങ്ങൾ രാവിലെയോ വൈകിട്ടോ ജപത്തിലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ക്ഷേത്രത്തിനുള്ളിൽ ശ്രീകോവിലിൽ പൂജിക്കാനിരിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തിരി. കാരണം പലരും അമ്പലത്തിനുള്ളിൽ തിരി ഉപയോഗിക്കില്ല. കാരണം ആ തിരി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പുക നമുക്ക് ശ്വാസകോശത്തിൽ വന്ന് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു എന്നതാണ്. ഇത് കെമിക്കൽ ചേർക്കാത്ത, നിങ്ങൾക്കൊരു ശല്യവുമില്ലാത്ത, നിങ്ങൾക്ക് പോസിറ്റീവ് എനർജികൾ മാത്രം കയറുന്ന, പലർക്കും ഞാനത് കൊടുത്തിട്ടുണ്ട്. പലർക്കും അത് ചെയ്തവർ അത് ജപിക്കാനും പൂജിക്കാനുള്ള ഏകാഗ്രതയും കാര്യങ്ങളും ഒക്കെ ഇതിലൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ തിരി. ഇത് ജപിക്കാനാണെങ്കിൽ രാവിലെയും വൈകിട്ട് 2 എണ്ണം കത്തിച്ചിട്ട് നിങ്ങൾ ജപിക്കുക. നിങ്ങൾക്ക് ഇതിലൂടെ വരുന്ന എനർജികൾ, ആ എനർജി നിങ്ങൾക്ക് ഏകാഗ്രത വർദ്ധിപ്പിക്കും. അത് വരുന്ന എനർജികൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴും ഈ ഒരു തിരി മാത്രം കത്തിക്കാൻ പറ്റും. മറ്റൊരിത് നമ്മൾ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കി സിദ്ധി ചെയ്യിപ്പിച്ച് വിടുന്ന, പോസിറ്റീവ് എനർജി മാത്രം തരുന്ന, ഇതിൻ്റെ പുക കൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു ഇതും വരില്ല. അത് ഉപയോഗിച്ച് തുടങ്ങുമ്പോഴേ ഇതറിയാൻ പറ്റുള്ളൂ. അപ്പോൾ പലർക്കുമുള്ള ജപിക്കാൻ, ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ, ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് മാറ്റാൻ എന്തു ചെയ്യണമെന്നുള്ളത്, അതിനുള്ള ഒരു എനർജിയാണ് നമ്മൾ ഈ തന്ന തിരിയിലൂടെ ജപിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഇതാണ്. അപ്പോൾ ഇതാർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളോട് പറയുക, നമ്മളത് അയച്ചു തരാനോ
നിങ്ങൾക്ക് ചെയ്യാം. ഇത് ജപിക്കാൻ വേണ്ടി മാത്രം നമ്മളിവിടെ യോഗ ചെയ്യുമ്പോൾ ഒക്കെ ചെയ്യുന്ന ഒരു എനർജി, വിടുന്ന എനർജി നമ്മൾ മുന്നിൽ കത്തിച്ച് വെച്ചിരിക്കുക. വിടുമ്പോൾ നമ്മളിങ്ങനെ ജപത്തിൽ നിൽക്കുമ്പോൾ ശ്വാസം എടുക്കുമ്പോൾ അതിലൂടെ കയറുന്ന പോസിറ്റീവ് എനർജികളാണ് നിങ്ങൾക്ക് ഏകാഗ്രതയും നിങ്ങളെ വിളിക്കുന്ന മൂർത്തികളുള്ളത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള കഴിവും നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലൂടെ നമ്മളെ കുണ്ടലിനി ശക്തി ഉണർന്ന് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഉപാസനയിൽ വരുന്ന ജപത്തിൽ വരുന്ന തടസ്സങ്ങളെ മാറ്റിയെടുക്കാനുള്ള ഒരു പവർ ഈ ഒരു തിരിക്കുണ്ട്. ഇത് ജപത്തിരി എന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത സംഭവം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോ വാട്സപ്പിലോ കമ്മ്യൂണിറ്റിയിൽ ചോദിച്ചാൽ ഫ്രീ ആവുന്ന സമയത്ത് അതിനുള്ള മറുപടി നൽകും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.